ഹായ്, സ്റ്റെപ്പ് 4യുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സിംഗിൾ ഫേസ് മെഷീൻസാണ്, സിംഗിൾ ഫേസ് മോട്ടോറുകളാണ്. സിംഗിൾ ഫേസ് മോട്ടോറുകൾ നമുക്കറിയാം, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാന്, പമ്പ്, ഇതേപോലെ പല ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് സിംഗിൾ ഫേസ് മോട്ടോറുകളാണ്. സിംഗിൾ ഫേസ് മോട്ടോറുകൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഒരു 3 ക്ലാസിഫിക്കേഷനുണ്ട്. സിംഗിൾ ഫേസ് മോട്ടോറുകൾ. ഈ സിംഗിൾ ഫേസ് മെഷീൻ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് അത് ഒന്ന് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോറുകളുണ്ട്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളുണ്ട്. 2 കമ്മ്യൂട്ടേറ്റർ മോട്ടോറുകളുണ്ട്. അതായത് DC മോട്ടോറുകളെ പോലെ AC കമ്മ്യൂട്ടേറ്റർ മോട്ടോറുകളുണ്ട്. കണ്ടിട്ടുണ്ടാവും, മിക്സിയുടെയൊക്കെ മോട്ടർ ഒരു സിംഗിൾ ഫേസ് AC കമ്മ്യൂട്ടേറ്റർ മോട്ടോറിൽ വരുന്നതാണ്. യൂണിവേഴ്സൽ മോട്ടോർ എന്ന് പറയും, കമ്മ്യൂട്ടേറ്റർ മോട്ടോറിൽ വരുന്നതാണ്. ഇനി 3ാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അൺഎക്സൈറ്റഡ് സിൻക്രണസ് മോട്ടോർ എന്ന് പറയും. സിംഗിൾ ഫേസ് സിൻക്രണസ് മോട്ടോർ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചിട്ടാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകളാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ 1, 2, 3 ക്ലാസ്സുകളിൽ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പോലെ തന്നെയാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലും വർക്കിംഗ് എല്ലാം ഒരേപോലെ തന്നെയാണ്. എക്സെപ്റ്റ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന പോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. സിംഗിൾ ഫേസ് സപ്ലൈ കൊണ്ട് മാത്രം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതിന് 1-2 സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന് വരെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ആദ്യമായി ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 തിയറികളിൽ ഒന്നാണ് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി, പിന്നെ ഒന്ന് ക്രോസ് ഫീൽഡ് തിയറി എന്നും പറയും. നമ്മുടെ ഡിപ്ലോമ സിലബസിൽ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറിയാണ് പഠിക്കാനുള്ളത്. നമ്മൾ ക്ലാസ് 1 ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറിയുടെ ഒരു ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളൊരു ഫെരാരിസ് പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നു. ഒരു സിംഗിൾ ഫേസ് ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഹാഫ് മാഗ്നിറ്റ്യൂഡിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന 2 സ്പേസ് വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും എന്ന് അവിടെ പറഞ്ഞിരുന്നു. ആ കൺസെപ്റ്റ് അത് തന്നെയാണ് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഹാഫ് മാഗ്നിറ്റ്യൂഡിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന 2 മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സിംഗിൾ മാഗ്നറ്റിക് ഫീൽഡിന് ഹാഫ് വാല്യൂ ഉള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന 2 മാഗ്നറ്റിക് ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് എല്ലാവരും അറിവിലേക്കൊന്ന് പറയാം. മെയിൻ സിംഗിൾ ഫേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സിംഗിൾ ഫേസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് H ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഹാഫ് മാഗ്നിറ്റ്യൂഡ് h/2 രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന 2 സ്പേസ് വെക്ടറാണ്. അതിൻ്റെ രണ്ടിൻ്റെയും
ആംഗുലാർ വെലോസിറ്റി സെയിം ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ടി, തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. സെയിം വെലോസിറ്റിയിൽ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്ന രണ്ട് സ്പേസ് വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും എന്നാണിത് പറയുന്നത്. ഇനി നോക്കുക, ഇപ്പോൾ രണ്ടും തീറ്റ ഡിഗ്രി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീറ്റ ഡിഗ്രി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ പോകുന്ന സ്പേസ് വെക്ടറിൻ്റെ എക്സ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ h/2 ഇൻറ്റു കോസ് തീറ്റ. അതിൻ്റെ എക്സ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് h/2 ഇൻറ്റു കോസ് തീറ്റ. അതേപോലെ ക്ലോക്ക് വൈസിൽ പോകുന്ന സ്പേസ് വെക്ടറിൻ്റെ എക്സ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് h/2 കോസ് തീറ്റ തന്നെ. അപ്പോൾ ടോട്ടൽ എക്സ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് h/2 കോസ് തീറ്റ പ്ലസ് h/2 കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു h കോസ് തീറ്റ. അതേപോലെ വൈ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വൈ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് h/2 സൈൻ തീറ്റ. ഇവിടെ h/2 മൈനസ് ഇവിടെ ഡൗൺവേർഡിലാണ്, മൈനസ് വൈ ആക്സിസിലാണ്, മൈനസ് h/2 സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ h/2 സൈൻ തീറ്റ മൈനസ് h/2 സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ h/2 കോസ് തീറ്റ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് h കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 0യുടെ സ്ക്വയർ. വൈ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 0. വൈയുടെ വാല്യൂ 0 ആണ്. ദെൻ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് h കോസ് തീറ്റയാണ്. അപ്പോൾ ഓൾവേസ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് h കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ഈ h കോസ് തീറ്റ എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ക്വാണ്ടിറ്റിയുടെ മാക്സിമം മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത് കൊസൈൻ വേവ് ഫോമാണ്, കോസ് വേവ് ഫോമാണ്. നമുക്കതിനെ വേവ് ഫോം ആക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ h കോസ് തീറ്റ എന്ന് പറയുന്നത് ഒരു വേവ് ഫോമാണ്. അതായത് തീറ്റയുടെ വാല്യൂ 0 വരുമ്പോൾ hൻ്റെ വാല്യൂ മാക്സിമം വരും. കോസ് 0 1 ആണ്. ദെൻ തീറ്റയുടെ വാല്യൂ 90 വരുമ്പോൾ 0 വന്നു. അങ്ങനെ കോസ് വാല്യൂയുടെ ഫങ്ഷനാണ്. തിയറിയാണ് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്കറിയാം ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഹാഫ് മാഗ്നിറ്റ്യൂഡിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് സ്പേസ് വെക്ടറാണ്. അപ്പോൾ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസിൽ പോകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡും ക്ലോക്ക് വൈസിൽ പോകുന്ന ഒരു ഹാഫ് വാല്യൂ ഉള്ള മാഗ്നറ്റിക് ഫീൽഡും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് രണ്ട് ഡയറക്ഷനിലും ക്ലോക്ക് വൈസിൽ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊരു ടോർക്ക് ഉണ്ടാവും. അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ടോർക്ക് ഉണ്ടാവും. സപ്പോസ് നമ്മളൊരു സിംഗിൾ വൈൻഡിങ്ങിലേക്ക് AC സപ്ലൈ കൊടുക്കുന്നു. ഇത് റോട്ടോർ എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് റോട്ടറാണ്, സ്ക്വിറൽ കേജ് റോട്ടോർ തന്നെ. ഇനി ഈ സിംഗിൾ ഫേസ് സപ്ലൈ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി പ്രകാരം ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഹാഫ് വാല്യൂ സ്പേസ് വെക്ടേഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ സ്പേസ് വെക്ടേഴ്സിൽ ഒരു ഡയറക്ഷനിൽ പോകുന്ന ക്ലോക്ക് വൈസിൽ പോകുന്ന സ്പേസ് വെക്ടർ കൊണ്ട് ക്ലോക്ക് വൈസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതേപോലെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ പോകുന്ന സ്പേസ് വെക്ടർ കൊണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇനിഷ്യലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഇത് രണ്ടും ഈ റോട്ടർ കണ്ടക്ടേഴ്സിൽ ടോർക്ക് ജനറേറ്റ് ചെയ്യും. ഒരു ടോർക്ക് ക്ലോക്ക് വൈസിലും ഒരു ടോർക്ക് കൗണ്ടർ ക്ലോക്ക് വൈസിലും ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ദെൻ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഒരു ഡയറക്ഷനിലേക്ക് റോട്ടർ കറങ്ങാതിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഫേസ് മോട്ടോർ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. ഇനി നമ്മൾ ഇതിൻ്റെ റോട്ടോറിൽ ഒരു മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്താൽ, അതിനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് തിരിച്ചാൽ ആ ഡയറക്ഷനിലേക്ക് ആ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്
നമുക്കറിയാം ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ റോട്ടർ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റോട്ടർ കണ്ടക്ടർ പിന്നെയും മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമ്പോൾ റോട്ടറിൽ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് കൊണ്ട് പിന്നെയും നമ്മൾ നേരത്തെ ക്ലാസ് 3 പറഞ്ഞ പോലെ റോട്ടർ കണ്ടക്ടേഴ്സിലൊരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അത് കണ്ടിന്യൂസ്ലി റൺ ചെയ്യുകയും ചെയ്യും. ഇനി എങ്ങനെ ഈ ബൈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ടോർക്ക് 2 ഡയറക്ഷനിലും ഇപ്പോൾ പറഞ്ഞു 2 ഡയറക്ഷനിലുമാണ് ടോർക്ക്. ആ ടോർക്കിനെ എങ്ങനെ ഒരു യൂണി ഡയറക്ഷനിൽ ടോർക്കാക്കി മാറ്റാം. അത് അങ്ങനെ ടോർക്കാക്കി മാറ്റാൻ വേണ്ടി യൂണി ഡയറക്ഷണൽ ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക, ഈ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോകുന്ന സ്പേസ് വെക്ടറിനെ അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് മറ്റൊരു സ്പേസ് വെക്ടർ ഈക്വൽ വാല്യൂ ഉള്ള മറ്റൊരു സ്പേസ് വെക്ടറും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. റിമൈനിങ് സ്പേസ് വെക്ടർ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ അതിന് സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. നമ്മൾ ക്ലാസ് നമ്പർ 1 ഫെരാരിസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് 3 ഫേസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ നമ്മൾ 2 ഫേസുകൾ ജനറേറ്റ് ചെയ്തു വിചാരിക്കുക. അതായത് നമ്മൾ സിംഗിൾ ഫേസ് മോട്ടോറിലേക്ക് കൊടുക്കുന്ന സപ്ലൈയിൽ നിന്ന് 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത ഒരു ഫേസും കൂടി ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ റെഫറൻസ് വേവ് എന്ന് പറയുന്നത് ഈ റെഫറൻസ് വേവ് ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ഇതിനെ 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത മറ്റൊരു വേവ് ബി. ഇങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഫെരാരിസ് പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഓരോ ഫേസിനെയും നമുക്കതിൻ്റെ ഹാഫ് മാഗ്നിറ്റ്യൂഡിലുള്ള 2 സ്പേസ് വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒന്നാമത്തെ ക്ലാസ് സെഷനിൽ നമ്മളിത് 3 ഫേസ് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഈ സ്പേസ് വെക്ടറിനെ A1 എന്നും ഇതിനെ A2 എന്നും വിളിക്കാം. ഇതിലെ B1 എന്നും ഇതിനെ B2 എന്നും വിളിക്കാം. ഇതിൽ ഒരു സെറ്റ് സ്പേസ് വെക്ടർ ക്ലോക്ക് വൈസിലും ഒരു സെറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസിലും ആയിരിക്കും റൺ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ക്ലോക്ക് വൈസിൽ പോകുന്നതിനെ B1 എന്നും A1 ക്ലോക്ക് വൈസിൽ പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. അതേപോലെ A2ഉം B2 കൗണ്ടർ ക്ലോക്ക് വൈസിൽ പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഇനി നോക്കാം, ഈ സ്പേസ് വെക്ടേഴ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഈ സ്പേസ് വെക്ടേഴ്സിനെ പിടിച്ച് നിർത്തി. അത് നിർത്തിയ സമയം എന്ന് പറയുന്നത് എയുടെ വാല്യൂ മാക്സിമം വന്ന സമയത്താണ്. എയുടെ വാല്യൂ മാക്സിമം വരുന്നത് A1ഉം A2ഉം എയുടെ ആക്സസിൽ വരുന്ന സമയത്താണ്. A1ഉം A2ഉം എയുടെ ആക്സസിൽ വരുന്ന സമയത്താണ് എ ഫേസിൻ്റെ വാല്യൂ മാക്സിമം വരിക. ഇനി എ ഫേസിൻ്റെ വാല്യൂ മാക്സിമം വന്ന് 90 ഡിഗ്രി കഴിയുമ്പോഴാണ് ബി ഫേസിൻ്റെ വാല്യൂ മാക്സിമം വരുന്നത്. അതായത് ബിയുടെ സ്പേസ് വെക്ടറായ B1ഉം B2ഉം ഇപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനിൽ 90 ഡിഗ്രി പുറകിലാണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ക്ലോക്ക് വൈസിൽ പോകുന്ന B1 അതിൻ്റെ 90 ഡിഗ്രി പുറക് എന്ന് പറയുന്നത് ബാക്ക് എന്ന് പറയുന്നത് -x ആക്സിസ് ആയിരിക്കും. ഇവിടെ B1 ഉണ്ടാവും. അതേപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ പോകുന്ന B2 അതിൻ്റെ 90 ഡിഗ്രി ബാക്ക് എന്ന് പറയുന്നത് എക്സിൻ്റെ ആക്സിസിൽ വരും. ഇവിടെ നമുക്ക് B2ഉം കിട്ടും. നോക്കുക, B1ഉം A1ഉം ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ്. ഇത് ക്യാൻസൽ ആവും. ഫൈനലി A1ഉം A2ഉം B2ഉം ഉണ്ടാവും. A2ൻ്റെയും B2ൻ്റെയും ഹാഫ് മാഗ്നിറ്റ്യൂഡാണ്, ഈക്വലാൻ്റെ ഹാഫ് മാഗ്നിറ്റ്യൂഡാണ്. ദാറ്റ് ഈസ് ഇവിടെ h/2 പ്ലസ് h/2 ദാറ്റ് ഈസ് ഈക്വൽ ടു h എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് A2ൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസാണ്. അപ്പോൾ ഒരു യുണീക്ക് ഡയറക്ഷനിൽ നമുക്കൊരു മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഫീൽഡ് കിട്ടി. ഇതേപോലെ ഇപ്പോൾ നമുക്ക് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെ കിട്ടി. ഈ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്
അതിൻ്റെ ഒമേഗ വെലോസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു ഷോർട്ട് സർക്യൂട്ടഡ് റോട്ടോർ പ്രൊവൈഡ് ചെയ്താൽ എങ്ങനെ റോട്ടോറിൻ്റെ ഉള്ളിൽ ടോർക്ക് ജനറേറ്റ് ചെയ്യുമെന്നും നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ കാണുകയും ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ ഒരു സിംഗിൾ ഫേസ് സപ്ലൈയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത ഒരു ഫേസ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനെ ഫേസ് സ്പ്ലിറ്റിംഗ് എന്നാണ് പറയുന്നത്. സ്പ്ലിറ്റ് ചെയ്യുക. ഈ വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് സിംഗിൾ ഫേസിനെ സ്പ്ലിറ്റ് ചെയ്യിക്കുന്നത്. ആ മെത്തേഡ് ഓഫ് സ്പ്ലിറ്റിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് മെഷീൻസിനെ പലതായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് മെഷീൻസാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫേസ് സ്പ്ലിറ്റിങ് നടത്താൻ പറ്റും. അപ്പോൾ കപ്പാസിറ്റർ സ്പ്ലിറ്റ് ഇൻഡക്ഷൻ മോട്ടോറുകളുണ്ട്. അതേപോലെ വേറൊരു മെത്തേഡാണ് ഷെയ്ഡഡ് പോൾ മോട്ടോർ. അതൊരു വേറൊരു പ്രിൻസിപ്പിളാണ്. ഷെയ്ഡഡ് പോൾ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഫേസ് സ്പ്ലിറ്റിങ് നടത്താൻ പറ്റും. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിലും പെട്ട ഇൻഡക്ഷൻ മോട്ടോറുകളെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇതോടെ തീരുകയാണ്. ഏറ്റവും ബേസ് പ്രിൻസിപ്പിൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.